ഞാനാണ് സ്ഥാനാർത്ഥി. ഇപ്രാവശ്യം കൂടി സഹായിക്കണം. നമസ്കാരം. സഹായിക്കണം. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വരണ്ടല്ലേ? എനിക്കോ? ഞാനാണല്ലോ. എന്ത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നല്ലോ. എന്ത്? ഇപ്രാവശ്യം ഞാൻ ആവുമല്ലോ. അല്ല, ആണല്ലോ. ആണല്ലോ. എന്ത്? ഈ വിരലൊന്ന് എനിക്ക് തരണം. ഇത് ഞാൻ തരൂല. അതല്ല, ഞാനാണല്ലോ സ്ഥാനാർത്ഥി. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെയല്ല അതിനെ മെമ്പർ. എന്താ ഇപ്പൊ നമ്മളെ പഞ്ചായത്തിനുള്ള അവസ്ഥ? നമ്മളെ പഞ്ചായത്തല്ലേ നമ്പർ 1. നമ്മളെ പഞ്ചായത്തിലുള്ള അത്ര വികസനം ഈ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എന്ത് വികസനം? ഈ പഞ്ചായത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ഞാൻ വികസിപ്പിച്ചിട്ടുണ്ട്. എന്ത്? അതല്ല മെമ്പറാ നിങ്ങളെന്നാണ് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി? പിന്നെ ഇവനോട് ചോദിച്ചോക്ക് ഞാൻ എവിടെയൊക്കെ വികസിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്ത് വികസനം മെമ്പറെ? ഈ നാട്ടിലെ ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു റോഡ് കുണ്ടും കുഴി ഇല്ലാത്തതുണ്ടോ? ഇപ്പം മിനിഞ്ഞാന്നും കൂടി ഒരു കുട്ടി ബൈക്കേറ്റ് ആ കുഴിയിൽ വീണ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. എന്ത് വികസനമാണ് ഉള്ളത്? അതാണ് നമ്മളെ പഞ്ചായത്തിന്റെ വികസനം. ആ റോഡിൽ ബൈക്ക് വീണു, ആ കുട്ടീനെ കൊണ്ടുപോയി ഓട്ടോ വിളിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ആ ബൈക്ക് നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. ഇതൊക്കെ വികസനമല്ലേ? എന്ത് വികസനോ? ഇവർക്കൊക്കെ ജോലി കിട്ടിയില്ലേ? ഈ കുണ്ടും കുഴിയിൽ വണ്ടി ഓടിച്ച് പഠിച്ചോണ്ടേ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ എളുപ്പല്ലേ, എട്ടിടാൻ സുഖല്ലേ? അതുകൊണ്ട് അതും നമ്മളെ പഞ്ചായത്തിന്റെ ഒരു വികസനല്ലേ? നമ്മളെ പഞ്ചായത്താണ് നമ്പർ 1. അല്ല, അനക്ക് ഇനി കുണ്ടും കുഴി ഇല്ലാത്ത റോഡ് വേണമെങ്കിൽ അങ്ങനെ റോഡ് നമ്മളെ പഞ്ചായത്തിൽ ഞാൻ ഉണ്ടാക്കിക്കണല്ലോ. അനക്ക് ആ റോഡിൽ കൂടെ പോവാലോ. ഏത് റോഡ്? ഏത് റോഡാ മെമ്പറെ നിങ്ങൾ ഈ പഞ്ചായത്തിൽ റെഡിയാക്കിയിട്ടുള്ളത്? അത് മറ്റേ ആ താഴത്തുകൂടിയുള്ള റോഡില്ലേ? ഏത് താഴത്ത് കൂടിയുള്ള റോഡ്? അത് നിങ്ങളെ വീട്ടിലേക്ക് ഉണ്ടാക്കിയ റോഡല്ലേ? അപ്പൊ എന്റെ വീടും വികസിക്കണ്ടേ? ഇത് ഇന്നെ കൊണ്ട് റെഡി ആവും. ഇത് എന്നെ ഡീൽ ചെയ്താണ്. നമ്മളീ നാട് ഇരുട്ടിലായിട്ട് എത്ര കാലായി? നിങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ ചിരിച്ചിരിക്കണ ഫോട്ടോ ഫ്ലക്സ് വെക്കും, അതിലൊക്കെ പറയും 10 ലക്ഷം പാസ്സാക്കി തെരുവിളക്കിന് ഇതെന്ന് പറഞ്ഞിട്ട് അതിന് 10 ബൾബ് വാങ്ങുകയും ചെയ്യും. അതിൽ ഒരു ബൾബ് ഇവിടെ കത്തണുണ്ട്, ബാക്കി എവിടെ കത്തണുണ്ട് ഞങ്ങൾ പറയുന്നത്? ഒരു ബൾബ് ഇവിടെ കത്തണില്ലേ? ബാക്കി കത്തണുണ്ടല്ലോ. എവിടെ? എന്റെ പുരയില്. അവിടെ വേണ്ട ഒരു വെട്ടം വിളിച്ചോക്കെ. നമ്മളെ പഞ്ചായത്താണ് നമ്പർ 1. അതൊക്കെ പോട്ടെ, നമ്മുടെ അങ്ങാടിൻ്റെ അവസ്ഥ എന്താ? ആ മാർക്കറ്റിൽ അങ്ങോട്ട് ചെന്ന് ആർക്കെങ്കിലും ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു മൂത്രപ്പുര ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലും മൂലക്ക് കൊണ്ടുപോയിട്ട് ഒന്നിടും. അതിൻ്റെ അകത്താണെങ്കിൽ നിറയിട്ട് ആരെ കൊണ്ട് കയറാനും പറ്റൂല. അതിന് നിങ്ങളൊക്കെ ഒന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നാറും. അങ്ങാടിയിൽ മൂത്രപ്പുര പാടില്ല. ഉണ്ടെങ്കിൽ നാറും. ഈ വീട്ടിൽ നിന്ന് മൂത്രം ഒഴിക്കാനായിട്ട് അങ്ങാടിക്ക് വരുന്നത്. ഇവർക്കൊക്കെ പുരയിൽ കാര്യം സാധിച്ചൂടെ? എന്തിനാ ഈ അങ്ങാടിൽ വന്ന് മൂത്രമൊഴിക്കണേ? നമ്മളെ പഞ്ചായത്ത് നാറ്റിക്കാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മളെ പഞ്ചായത്താണ് നമ്പർ 1. നാറുന്ന കാര്യം നിങ്ങൾ ശുചീകരണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനുണ്ടാക്കില്ല. ആ ടീം എന്താ ചെയ്യുന്നുള്ളത്? ഓരോ വീട്ടിലും പോവുക, അവിടെയുള്ള പ്ലാസ്റ്റിക് കവർ അവർ കഴുകി ഇസ്തിരിട്ട് ഉണക്കി ഒരു കവറിൽ നിറച്ചിട്ട് നിങ്ങൾക്ക് തരണം. അത് നിങ്ങൾ കൊണ്ടുപോകുന്നതിന് നിങ്ങൾ 50 ഉറുപ്പികയും വാങ്ങും ഇല്ലേ? ഇതൊക്കെ കൊണ്ടുപോയിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്? എവിടെയെങ്കിലും കൊണ്ടുപോയി കൂട്ടിയിടും കുറേ നേരം. എന്നിട്ട് അതിൽ നിന്ന് ചെടിയും ഇതൊക്കെ മുളച്ച് ആൽമരമൊക്കെ ആയിട്ടായിട്ട് വേണം നിങ്ങളത് വെക്കുക. ഇതൊക്കെയാണ് ഇത് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ പറമ്പിലിട്ട് കത്തിച്ചാൽ പോരെ? നിങ്ങൾ കത്തിച്ചോ. ആരാ കത്തിക്കേണ്ട അറിഞ്ഞ് 16 ഉറുപ്പിക ഫൈൻ അടക്കേണ്ടി വരും. നമ്മളെ പഞ്ചായത്താണ് നമ്പർ 1. അല്ല, നിങ്ങൾ വേറൊരു കാര്യം ആ കുട്ടികൾ പോകണണ്ട നിങ്ങൾക്ക്? ഈ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ട്? അവർക്ക് ഈ ചെറിയ പ്രായത്തിൽ ഓടിച്ചാടി കളിക്കുകയൊക്കെ വേണ്ടേ? പറ്റൂല. ഗ്രൗണ്ട് നമ്മളെ പഞ്ചായത്തിൽ പറ്റൂല. നമ്മളെ കുട്ടികൾ വെയിലും കൊണ്ട് ഓടിക്കളിച്ച് ഗ്രൗണ്ടിൽ വീണിട്ട് അവർ ആരോഗ്യം ഇല്ലാതാക്കാനോ? ഈ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ഓൾക്ക് മൊബൈലിൽ കളിക്കാമല്ലോ. വീട്ടിലകത്തിരുന്ന് കളിക്കട്ടെ. നമ്മളെ കുട്ടികൾ ആരോഗ്യത്തോടെ നല്ല സുന്ദരന്മാരായിട്ട് വളരണം. നമ്മളെ പഞ്ചായത്താണ്
വികസനത്തിൽ നമ്പർ 1. അല്ല മെമ്പറെ, വേനൽക്കാലം ആയെങ്കിൽ നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ? കുടിവെള്ളം ഇല്ലാണ്ട് എത്ര ആണ് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ അതിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ, അതിനല്ലേ പഞ്ചായത്ത് അവിടെ ഒരു കുളം കെട്ടിയിട്ടിരിക്കണേ കുടിവെള്ള പദ്ധതിക്കായിട്ട്. അത് നീന്തൽ കുളമല്ലേ, അത് കുളിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയല്ലേ? ആ, നീന്തൽ അറിയണോട് കുളിച്ചോട്ടെ, ഇല്ലാത്തവര് കുടിച്ചോട്ടെ. നമ്മളെ പഞ്ചായത്താണ് വികസനത്തിൽ നമ്പർ 1. ഇപ്രാവശ്യവും എനിക്ക് എന്നെ വോട്ട് ചെയ്യണം. അനക്ക് ഞാൻ 10 വാഴയും 10 കോഴിയും തരും. ഈ 3 സെന്റിൽ ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് വളർത്താനാ? ഇതൊരു കാര്യം ചെയ്യ്, കോഴി എൻ്റെ പുരയിലിട്ട് വളർത്തിക്കോ, വാഴ എൻ്റെ പറമ്പിൽ വെച്ചോ. അതെങ്ങനെ എന്റേതാവൂ? എനിക്കും വേണ്ട ഒരു വികസനം. നമ്മളെ പഞ്ചായത്താണ് നമ്പർ 1. എന്റെ 2 പല്ല പോയത്. ഞമ്മക്കൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലില്ലേ, അവിടെ ഡോക്ടർ ഇല്ലേ, അവരെ കൊണ്ടുപോയി കാണിച്ചോളി. നമുക്കും വേണ്ട ഒരു വികസനം. അവിടെ ഇനിയിപ്പോ എന്നാ ഡോക്ടർ ഉണ്ടാകാവോ?